ിലും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ എയുടെ അടുത്തായാലും അടുത്തായാലും ഈയുടെ അടുത്തായാലും എല്ലാം നിരന്തരം കയറി ഇറങ്ങിയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ താലൂക്ക് ഓഫീസിലും ഒക്കെ നമ്മൾ ഇടപെട്ടുകൊണ്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഒക്കെ നമുക്ക് അതിനുവേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വൈകിയ വേളയിൽ കൂടുതലായി ദീർഘിപ്പിച്ചുകൊണ്ട് പോകുന്നില്ല. എന്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഈ ചടങ്ങിന്റെ അധ്യക്ഷയായിട്ടിരിക്കുന്ന ഏറെ പ്രിയങ്കരിയായ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിലിനെ എന്റെ പേരിലും നിങ്ങളുടെ പേരിലും ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമുക്കേറെ പ്രിയങ്കരനായ നമ്മുടെ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും അതുപോലെ തന്നെ ഡിവിഷൻ മെമ്പറുമായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് സാം കെ ഡാനിയലിനെ ഏറെ സ്നേഹത്തോടെ എന്റെ പേരിലും നിങ്ങളുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ ഏറെ പ്രിയങ്കരനായ വൈസ് പ്രസിഡന്റ് ശ്രീ എ രാജുവിനെ എന്റെ പേരിലും നിങ്ങളുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രിയങ്കരിയായ മെമ്പർ ശ്രീമതി NS അലീനയെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ മുൻ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറും ഈ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം എല്ലാ രീതിയിലും നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായിട്ടുള്ള ആർ രാജേന്ദ്രൻപിള്ള അവരുടെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വാട്ടർ അതോറിറ്റിയുടെ AE, AIC, മറ്റുദ്യോഗസ്ഥര് എല്ലാവരെയും ഈ അവസരത്തിൽ ഓർമ്മിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. ആ സമയത്ത് എനിക്ക് ഒരാളിനെ കൂടി ഓർമ്മിക്കാനുണ്ട്. നമ്മുടെ മുൻപ് ഉണ്ടായിരുന്ന ഓവർസിയർ സുബിൻ സാർ ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെയും ഈ അവസരത്തിൽ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മളെ വാട്ടർ അതോറിറ്റിയുടെ കോൺട്രാക്ടർ അദ്ദേഹവും നമുക്കറിയാം മറ്റ് സ്ഥലങ്ങളിൽ പണി ചെയ്യുന്നത് പോലെ നമ്മുടെ ഈ പ്രദേശത്ത് പണി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. അത്തരത്തിലെ ബുദ്ധിമുട്ടുകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഈ പണി കൃത്യമായി ചെയ്തിട്ടുള്ള അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മറ്റ് പ്രവർത്തകരെയും ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള എന്നോടൊപ്പം നിൽക്കുന്ന നമ്മുടെ ഈ പ്രദേശത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ എത്തിച്ചിരുന്നുള്ള മീഡിയ പ്രവർത്തകരെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ കർത്തവ്യത്തിൽ നിന്നും വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായിട്ടുള്ള യോഗത്തിന് സ്വാഗതം ആശംസിച്ച ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും നമ്മുടെ ഈ വാർഡിന്റെ മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീമതി JV ബിന്ദു അവർകൾ, യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ഏറെ ബഹുമാന്യനായിട്ടുള്ള മുൻ പ്രസിഡന്റും നമ്മുടെ ഡിവിഷൻ മെമ്പർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ അവർകൾ, ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് A രാജു അവർകൾ, ബ്ലോക്ക് മെമ്പറും ഇവിടുത്തെ ഡിവിഷൻ മെമ്പർ കൂടിയായിട്ടുള്ള NS അലീന അവർകൾ, വാട്ടർ അതോറിറ്റിയുടെ AE, AXC, ഏറെ ബഹുമാന്യരായിട്ടുള്ള ഇവിടുത്തെ നാട്ടുകാരെ, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഇന്നിവിടെ നടക്കുന്ന ഈ പരിപാടി പുറം ലോകത്തേക്ക് എത്തിക്കുന്ന പ്രിയപ്പെട്ട മീഡിയ പ്രവർത്തകരെ, പ്രിയമുള്ളവരെ, നമ്മുടെ വാർഡ് മെമ്പർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും 15 വാർഡുകളിലും രാഷ്ട്രീയ ഭേദമന്യേ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഡിവിഷൻ മെമ്പർ വന്നതിന് ശേഷം ഒരു വാർഡിലും അതിന് യാതൊരു കുറവുമില്ലാത്ത രീതിയിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ നമ്മുടെ മെമ്പർ സൂചിപ്പിച്ചതുപോലെ ആദ്യമായി കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഇടയ്ക്കോട് വാർഡിലാണ് ഏകദേശം 1,10,00,000 രൂപയ്ക്ക് ഒരു വലിയ കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കുകയും അത് ഏറ്റെടുക്കാനുണ്ടായ അവസരം എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആ കോളനിയിൽ വോട്ട് അഭ്യർത്ഥിച്ച് ചെന്നപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം, കൈ കഴുകാൻ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ ആ വെള്ളം കൊടുക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ട് അവിടുത്തെ ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് നേരിട്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം അപ്പോഴും തന്നെ പറയുകയും ചെയ്തു, ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം എന്തായാലും നമുക്ക് പരിഹരിക്കണം, അതിനുവേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാവുമെന്ന് പറയുകയും പറച്ചിലൊരു വാക്കിലൊതുക്കാതെ ആ 1,10,00,000 രൂപ അനുവദിച്ചുകൊണ്ട് ഏകദേശം 10 വാർഡിലെ കുടിവെള്ള പ്രശ്നമാണ് ജില്ലാ പഞ്ചായത്ത് വഴി അദ്ദേഹം പരിഹരിച്ചത്. അതിനെ തുടർന്നാണ് ഇവിടെ വിദ്യേച്ചി സൂചിപ്പിച്ചതുപോലെ ഈ കോളനിയിലടക്കം ഏകദേശം 74 ലക്ഷം രൂപ ചെലവാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു കുടിവെള്ള പദ്ധതി എടുത്തത്.
അപ്പോൾ ഇവിടെ വാർഡ് മെമ്പർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എല്ലാവരും സന്തോഷത്തിന്റെ നിമിഷത്തിലാണ്. അപ്പൊ ഞാനും വയസ്സുമൊക്കെ സന്തോഷിച്ച് വന്നത് ഇവിടെ ഒരു ഗ്ലാസ് മധുരമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാ വന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോ അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മളെ സന്തോഷം എന്ന് പറയുന്നത് മധുരം കൊടുത്തല്ലേ, ആണോ? അപ്പൊ ഒരു ഗ്ലാസ് മധുരം പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ വന്നത്. അപ്പൊ നിങ്ങൾ ഞങ്ങളെ നിരാശപ്പെടുത്തി. ഞങ്ങളുടെ കോളനിയിലൊക്കെ മധുരം കൊടുത്താണ് വന്നവരെ ഞങ്ങൾ സ്വീകരിച്ചത്. അപ്പൊ എന്തായാലും അത് പോട്ടെ. എന്തായാലും നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സർക്കാരിൽ നിന്നൊക്കെ കിട്ടുന്ന വളരെ തുച്ഛമായ ഫണ്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്തരം പല വികസന പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയുള്ള കുടിവെള്ള പദ്ധതികൾ പലപ്പോഴും ഗ്രാമപഞ്ചായത്തിന് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ഇതുപോലുള്ള ത്രിതല പഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്തിനെ സഹായിക്കാറുള്ളത്. അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം വളരെ വലിയ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുപോലെ ഇത്തരത്തിലുള്ള കുടിവെള്ള പ്രശ്നം രൂക്ഷമായി അനുഭവിക്കുന്ന ഒരു വാർഡാണ് നമ്മുടെ കള്ളിക്കാട് വാർഡ്. ആ കള്ളിക്കാട് വാർഡിലും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ടുള്ള ഒരു കുടിവെള്ള പദ്ധതിക്ക് അദ്ദേഹം ഇപ്പോഴും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ഈ 4 വർഷ കാലയളവിൽ എടുത്തു പരിശോധിച്ചാൽ ജില്ലാ പഞ്ചായത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും, അത് കുടിവെള്ളത്തിനായാലും അതുപോലെ നമ്മുടെ കുളങ്ങളായാലും മറ്റ് സംവിധാനങ്ങളായാലും റോഡുകളായാലും അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ എടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ടാണ് നമ്മുടെ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡ് അദ്ദേഹം ഫണ്ട് ഉപയോഗിച്ച് വളരെ മനോഹരമായ രീതിയിൽ അതിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞത്. അപ്പം തുടർന്നും ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇനി വളരെ കുറച്ച് നാളുകളെ ഉള്ളൂ എങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തില് നമ്മുടെ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ബഡ് സ്കൂള്, നിങ്ങൾക്കറിയാം, നമ്മളെ ബഡ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സംവിധാനം, നമ്മുടെ എല്ലാ കഴിവുകളും ഉള്ള മക്കളുമാരാണ് നമ്മുടെ ഏറെക്കുറെ എല്ലാ വീടുകളിലും ഉള്ളത്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യാസമായി ചില കഴിവുകൾ കുറവുള്ള മക്കളെ അവരുടെ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്ന ഈ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതിനും അല്ലെങ്കിൽ അവരുടെ ദൈനംദിനമായ പ്രവർത്തനത്തിനും ഒട്ടനവധി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ബഡ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവരികയും എന്നാൽ അത് വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു മാസം ഗ്രാമപഞ്ചായത്ത് ആ മേഖലയിലേക്ക് മാറ്റിവെക്കേണ്ടി വരുന്നത്. അതിന് ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ ഇപ്പോൾ ഏകദേശം 40 ലക്ഷത്തോളം രൂപയാണ് ബഹുമാന്യനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിച്ച് ആ പദ്ധതിയിലേക്ക് പണം മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തുടർന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പഞ്ചായത്തിനെ സഹായിക്കുന്നതിനും പഞ്ചായത്തിലെ സാധാരണപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നതിനും വേണ്ടി ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിതിൽ പ്രധാനപ്പെട്ട ഒരാളെ പറയുന്നതിന് വിട്ടുപോയി. നമ്മുടെ ഈ വാർഡിന്റെ എല്ലാമായതും മുൻ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത രാജേന്ദ്രന്റെ പേര് ഞാൻ പറയാൻ വിട്ടുപോയി. അതിനൊരു ക്ഷമ ചോദിച്ചുകൊണ്ട് ബഹുമാന്യനായിട്ടുള്ള കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ അവർകളെ ഈ വളരെ മനോഹരമായ വളരെ സന്തോഷമുള്ള ഈ നിമിഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഏറെ ബഹുമാനത്തോടുകൂടി ക്ഷണിക്കുന്നു. രണ്ടു വാർഡ് മെമ്പറും
പ്രിയമുള്ള അധ്യക്ഷ, ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ശക്തമായ നേതൃത്വം നൽകുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ, ഇവിടെ ഈ സായം സന്ധ്യയിൽ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ച ഏറെ പ്രിയങ്കരിയായ വാർഡ് മെമ്പറും മുൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായ ശ്രീമതി JB ബിന്ദു, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഏറെ പ്രിയങ്കരനായ ശ്രീ A രാജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഏറെ പ്രിയങ്കരിയായ ശ്രീമതി NS സലീന, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഈ നാടിൻ്റെ പൊതുവികസന വിഷയങ്ങൾക്കെല്ലാം ഇടപെടുന്ന ശ്രീ രാജേന്ദ്രൻ പിള്ള, നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ AXC ശ്രീ പ്രദീപ്, AE ശ്രീ നന്ദു, നമ്മുടെ ഈ വർക്ക് സമയബന്ധിതമായി പൂർത്തീകരിച്ച ഈ വർക്ക് ഏറ്റെടുത്ത കോൺട്രാക്ടർ ശ്രീ രാമൻ നായർ അടക്കം നമ്മുടെ ഈ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാനെത്തിയിരിക്കുന്ന മീഡിയ പ്രവർത്തകർ, ഇവിടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിരിക്കുന്ന ഈ വലിയപാറ ചെരുവിലെ പ്രിയങ്കരരായ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള ബഹുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഇവിടെ ഒരുപാട് വർത്തമാനത്തിൻ്റെ പ്രസക്തി ഒന്നുമില്ല. നമ്മൾ ഇതുപോലെ ഒരു സായസന്ധ്യ നേരത്താണ് ഈ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇവിടെ സ്വാഗത പ്രാസംഗിയും അധ്യക്ഷയും പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ഈ വരണ്ട കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ കുടുംബാംഗങ്ങളും. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളം ലഭ്യമല്ലാതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിദത്തമായ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ജടായു പാറയുടെ സമീപം നിൽക്കുന്ന ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശവാസികൾ ദീർഘകാലം അനുഭവിച്ച പ്രയാസം അല്ലെങ്കിൽ ബുദ്ധിമുട്ടിന് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പ്രയാസമാണ് അവർ അനുഭവിച്ചത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ചടയമംഗലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള 1, 2, 3 മേഖലകളാണ് ഉണ്ടായിരുന്നത്. അതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ എടയ്ക്കോട് വാർഡിൽപ്പെട്ട കറ്റൂട്ടിൽ കോളനി, അതും ഇതുപോലെ ഉയരമുള്ള കോളനിയാണ്. ഇവിടുത്തേതിനേക്കാൾ കൂടുതൽ ആളുകൾ, കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു കോളനിയാണ്. അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമാപന യോഗത്തിലാണ് ഞാൻ അവിടെ എത്തിയത്. അവിടെ എത്തുമ്പോൾ യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ ഒരു വീട്ടിൽ കയറി എനിക്കറിയില്ല അവിടെ കുടിവെള്ള പ്രശ്നം ഉണ്ട് എന്നുള്ളത്. പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഒരു വീട്ടിൽ കയറി കൈ കഴുകുവാൻ വെള്ളം ചോദിച്ചപ്പോൾ വളരെ ക്ഷീണിച്ച് അവിടെ അവരാകെ വിഷമിച്ചുകൊണ്ട് പറഞ്ഞ് വെള്ളമില്ല. കാരണം അവിടെ കിലോമീറ്റർ അപ്പുറം പോയി ഈ വെള്ളം ചുമന്നുകൊണ്ട് വന്നെങ്കിൽ മാത്രമേ, അന്ന് എന്തോ താമസിച്ചാണ് അവർ പണിയെല്ലാം കഴിഞ്ഞ് വന്നത്, വെള്ളം കോരാൻ പോയില്ല. അപ്പം അത്രമാത്രം പ്രയാസം അനുഭവിക്കുന്ന മേഖലയാണ് ഇവിടുത്തെ പോലെ. അപ്പം അന്ന് നമ്മൾ തീരുമാനിച്ചു, ഇത്ര വർഷം ജനാധിപത്യത്തിൻ്റെ നിരവധി വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഈ പ്രയാസം അനുഭവിക്കുന്ന, ഞാൻ എൻ്റെ പഞ്ചായത്തിൽ അങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ഒരു മേഖല ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നേരത്തെയൊക്കെ ഞാൻ 25 വർഷത്തിന് മുമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. 2000 എളമാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ആ സമയത്തൊക്കെ വലിയ പ്രയാസം അനുഭവിക്കുന്ന വിവിധ കോളനി മേഖലകളുണ്ടെങ്കിലും ഉയർന്ന പ്രദേശമുണ്ടെങ്കിലും ഇപ്പോൾ അവിടെയൊന്നും അങ്ങനെ പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പ്രദേശം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ള 1, 2, 3 പ്രദേശങ്ങളുണ്ടല്ലോ, അതിന് പരിഹാരം കാണുവാനുള്ള എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലാകുന്നത്, നമ്മൾ സാധാരണഗതിയിൽ
ഈ പൈപ്പിൽ നിന്നൊരു പൈപ്പ് സാധാരണ പൈപ്പ് വലിച്ച് ഈ വെള്ളം കൊടുത്താൽ ഇതൊരിക്കലും അതായത് പ്രായോഗികമാകത്തില്ല. കാരണം ഈ പൈപ്പ് പൊട്ടിപ്പോകുന്നതല്ലാതെ ഉയർന്ന പ്രദേശത്തേക്ക് അതിന്റെ സമ്മർദ്ദം വരുമ്പോൾ ഈ പൈപ്പ് പൊട്ടിപ്പോകുന്നതല്ലാതെ ഈ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വെള്ളം ലഭിക്കുക എന്നുള്ളത് സാധ്യമാകുക പ്രയാസമാണ് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് അവിടെ നമ്മളൊരു പാറയുടെ മുകളിൽ, റവന്യൂ ഭൂമിയാണ്, റവന്യൂ അധികൃതരുടെ കയ്യിൽ നിന്ന് അന്നിരുന്ന അഫ്സാന പർവീൺ എന്ന് പറഞ്ഞ കളക്ടറോട് ഞാൻ നേരിട്ട് കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി. അവർ പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ കാര്യം റവന്യൂവിന്റെ അധികാരത്തിലുള്ളതാണ് ഈ പാറയും അതുപോലെയുള്ള ഭൂമികളുമല്ല. അപ്പൊ ആ ഭൂമിയുടെ അവകാശം നമുക്ക് വിട്ടുതന്നുകൊണ്ട് അവിടെ ടാങ്ക് നിർമ്മിക്കുവാൻ വിട്ടുതന്നുകൊണ്ട് അവിടെ വലിയൊരു ടാങ്ക് നിർമ്മിച്ചുകൊണ്ട് ആ വെള്ളം അവിടെ എത്തിച്ചാണ് കറ്റൂട്ടിൽ കോളനിക്ക് അവിടെ 1 കോടി ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ആ കറ്റൂട്ടിൽ കോളനി സാധ്യമാക്കിയത്. ആ കറ്റൂട്ടിൽ കോളനി സാധ്യമാകുമ്പോൾ ആ ടാങ്കിന് വേണ്ടി മാത്രമല്ല, അവിടുന്ന് വരുന്ന പമ്പ് ജനറേറ്റർ, 2 ജനറേറ്റർ യഥാർത്ഥത്തിൽ വളരെ കേടായിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു ആ പമ്പ് ആ ജനറേറ്റർ ശരിയാകാതെ ഒരു കാരണവശാലും അങ്ങോട്ട് വെള്ളം കിട്ടത്തില്ല. അപ്പൊ ആ ജനറേറ്റർ ശരിയാക്കുന്നതിന് വേണ്ടിയാണ് ഏതാണ്ട് 44 ലക്ഷം രൂപ ചെലവഴിച്ചത്, പുതിയ ജനറേറ്റർ വാങ്ങുന്നതിന് വേണ്ടി. അങ്ങനെ 1 കോടി 10 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആ കറ്റൂട്ടിൽ കുടിവെള്ള പദ്ധതി, ആ കറ്റൂട്ടിൽ കോളനിയിലെ ആളുകൾക്ക് മാത്രമല്ല ആ പരിസര വാർഡുകളിലെ എല്ലാവർക്കും ഈ ജനറേറ്റർ വന്നപ്പോൾ യഥാർത്ഥ വെള്ളം കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ വിഷയവും. ഇവിടെയും നമുക്കറിയാം, നേരത്തെ രാജേന്ദ്രൻ ഇരുന്നപ്പോൾ യഥാർത്ഥ ഒരു പരിശ്രമം നടത്തിയതാണ്. പക്ഷെ സാധാരണ നമ്മൾ 10, 15, 20 ലക്ഷം രൂപ ചെലവഴിച്ചാൽ സാധാരണ PVC പൈപ്പാണ്. ആ പൈപ്പ് വന്നു കഴിഞ്ഞാൽ ഈ സമ്മർദ്ദം വരുമ്പോൾ ഇത് പൊട്ടി യഥാർത്ഥ മേളിലോട്ട് എത്തത്തില്ല. അപ്പൊ ഇവിടെ ഇട്ടിരിക്കുന്ന പൈപ്പ് എന്ന് പറയുന്നത് സ്റ്റീൽ, ഇത് പൈപ്പാണ്, PVC പൈപ്പല്ല. അത് മാത്രമല്ല, ടാങ്ക് മുകളിലോട്ടില്ലെങ്കിൽ താഴെ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് അപ്പുറത്ത് അതിന്റെ പിന്നെ വൈദ്യുതി സിസ്റ്റം സ്ഥാപിച്ചിട്ട് ഏറ്റവും മുകളിൽ പോയി പിന്നെ ടാങ്ക് നിർമ്മിക്കണം. അവിടെ വന്നപ്പോൾ കുറച്ച് പ്രയാസം ഈ ഭൂമിയുടെ ഉടമസ്ഥതയെ സംബന്ധിച്ച് തർക്കമുണ്ടായി. വില്ലേജ് ഓഫീസ് മുതൽ താലൂക്ക് ഓഫീസ് മുതൽ പിന്നെ നമ്മുടെ കളക്ടറേറ്റ് വരെയുള്ള വിവിധ ഓഫീസിൽ സത്യം പറഞ്ഞാൽ ഈ ബിന്ദു ഓടിയ ഓട്ടത്തിന് ഒരു കൈയും കണക്കുമില്ല. എത്ര പ്രാവശ്യമാണ് നിങ്ങളുടെ വാർഡ് മെമ്പറായിട്ടുള്ള ബിന്ദു, അതുപോലെ ഇവരെല്ലാം നിരവധിയായ പട്ടം പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം നിരവധിയായ പ്രാവശ്യം ഈ ഓഫീസുകൾ കയറി ഇറങ്ങി നമ്മൾ കൂടി ബന്ധപ്പെട്ട് പല ആവർത്തി കാര്യം കുറച്ച് സാങ്കേതിക കറ്റൂട്ടിൽ കോളനി ഒരു ദിവസം കൊണ്ട് നമുക്ക് അന്നിരുന്ന് അഫ്സാന പർവീൺ റെഡിയാക്കി തന്നിരുന്നെങ്കിൽ ഇത് കുറേ സമയം നമുക്കെടുത്തു. ഇതിന്റെ പമ്പ് ഹൗസിന് വേണ്ടിയുള്ള ടാങ്ക് നിർമ്മിക്കുവാനുള്ള അവകാശം റവന്യൂ ഭൂമി എന്നുള്ള കാര്യത്തിൽ വിട്ടുതരാൻ. അവസാനം എന്തായാലും അതിനെല്ലാം ആ പരിശ്രമത്തിന് ഫലമുണ്ടായി. തീർച്ചയായും ഇവിടെ വാർഡ് മെമ്പർ എന്നുള്ള കാര്യത്തിൽ JB ബിന്ദുവിന്റെ പരിശ്രമത്തെ നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല. രാജേന്ദ്രന്റെ സഹായത്തെ നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നിലവിലുള്ള പ്രസിഡന്റും അതുപോലെ സലീന മെമ്പർ എല്ലാവരും, എല്ലാ ജനപ്രതിനിധികളും വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ടാണ് ആ കാര്യം യഥാർത്ഥത്തിൽ നമ്മളുമായി സഹായിച്ചത്. ഒരു പേര് കൂടി, നമ്മുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജയൻ, അവിടെ വാഹനത്തിൽ അയാളുടെ ഒരു കാല് ആക്സിഡന്റ് ആയിട്ട് ഇങ്ങോട്ട് കയറി വരാൻ പറ്റത്തില്ല, അപ്പുറത്ത് കാറിൽ ഇരിപ്പുണ്ട്. അജയൻ യഥാർത്ഥത്തിൽ നിരന്തരമായി ഇതിനു വേണ്ടി യഥാർത്ഥത്തിൽ പരിശ്രമിച്ച ഒരു പൊതുപ്രവർത്തകനാണ്. കാര്യം ഇതിന് പണം കൊടുക്കണം, ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥത്തിൽ കാര്യങ്ങൾ ചെയ്യണം എന്ന് നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ട ആളാണ്. പക്ഷേ അങ്ങനെയുള്ള പരിശ്രമം നമ്മൾ നടത്തി, പൈസ എല്ലാം കൊടുത്തെങ്കിൽ പോലും ഈ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ, ഇപ്പൊ ഇവിടെ ശ്രീ പ്രദീപും ശ്രീ നന്ദുവും നേരത്തെ പറഞ്ഞ ഓവർസിയർ അടക്കം നിരവധി കാര്യം വാട്ടർ അതോറിറ്റിയിലെ ആളുകൾ ഇങ്ങനെ മെനക്കെട്ട് ഈ കാര്യത്തിന് വേണ്ടി ഇടപെടുന്നത് ഞാൻ പിന്നെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. പക്ഷെ ഇവർ ആത്മാർത്ഥമായി പരിശ്രമിച്ചു. ഈ പാവപ്പെട്ട ആളുകൾക്ക് വെള്ളം കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വലിയ തോതിൽ നമുക്കുണ്ടായി. അത് ഏറ്റെടുത്ത കോൺട്രാക്ടർ രാമൻ നായർ നമ്മുടെ നാട്ടുകാരനാണ്. പുള്ളി സാധാരണ ഈ വാട്ടർ അതോറിറ്റിയിൽ ഇങ്ങനെയുള്ള ജോലി ചെയ്യുമ്പോൾ അധികം ലാഭം യഥാർത്ഥത്തിൽ കിട്ടത്തില്ല. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ ലാഭമല്ല, ഒന്ന് മുതൽ പിടിച്ച യഥാർത്ഥത്തിൽ പോയാൽ മതി ഇവിടെ യഥാർത്ഥത്തിൽ. പക്ഷേ ഈ പാവപ്പെട്ടവർക്ക് വെള്ളം ഒന്ന് കിട്ടാൻ വേണ്ടിയുള്ള സാഹചര്യം യഥാർത്ഥത്തിൽ ഉണ്ടാവണം. അദ്ദേഹവും കുറേ സമയം ലാഗ് ചെയ്താണ്. കാര്യം അദ്ദേഹത്തിന്റെ പ്രശ്നമല്ല, ഈ ടാങ്കിന് അതുപോലെ തന്നെ അവിടെ വൈദ്യുതി കണക്ഷൻ കിട്ടുന്നതിനെല്ലാം നിരവധി തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആ തടസ്സങ്ങളൊക്കെ നീക്കി നമുക്ക് യഥാർത്ഥത്തിൽ വെള്ളം കിട്ടാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കി. ഇവരെല്ലാം ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. തീർച്ചയായും അതിനുവേണ്ടി സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ട അമ്മമാരെയും സഹോദരിമാരെയും ഈ നാട്ടിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ സ്മരിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ സന്ദർഭത്തിലാണ് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇപ്പോ കള്ളിക്കാട്
ഒരു കുടിവെള്ള പദ്ധതി. കള്ളിക്കാട് ഇതേപോലൊരു പ്രശ്നം അനുഭവിക്കുന്ന ഒരു മേഖലയുണ്ട്. അവിടത്തേക്ക് 49 ലക്ഷം രൂപയാണ് ഈ സാമ്പത്തിക വർഷം, കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിപ്പിച്ചപ്പോൾ വാട്ടർ അതോറിറ്റിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആ പണം യഥാർത്ഥം അവിടെ വന്നാണ് അത് ടെൻഡർ ചെയ്ത് കാര്യങ്ങൾ പോവുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ പുതിയ കണക്ഷൻ, ഇപ്പൊ നമുക്ക് വെള്ളം ഇവിടെ കിട്ടുന്നു, പുതിയ കണക്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ജലത്തിന്റെ സോഴ്സ് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ കിട്ടിയതുപോലെ ആറ്റിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയാൽ നമുക്ക് എപ്പോഴും അതായത് ആഴ്ച ഒരു 3 ദിവസം പോലും വെള്ളം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ നമ്മുടെ പിന്നെ ഈ ഇത്തിക്കരയാറിൽ നമ്മുടെ തെരുവുംഭാഗം വാർഡിൽ 1.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് തടയണ നിർമ്മിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 1.5 കോടി രൂപയാണ്. എന്തിനു വേണ്ടിയാണ്? ഈ ചടയമംഗലത്തെ ഈ പദ്ധതി പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും വെള്ളം കിട്ടണമെങ്കിൽ ഇത്തിക്കരയാറിൽ മഴ പെയ്യുമ്പോൾ ആ വെള്ളമെല്ലാം ഒഴുകി താഴോട്ട് പോയാൽ ഒരു കാരണവശാലും ഉണക്ക് വരുമ്പോൾ നമുക്ക് വെള്ളം കിട്ടത്തില്ല. ആ വെള്ളം കിട്ടണമെങ്കിൽ തടയണ ഉണ്ടാവണം. തടയണ ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളം തടഞ്ഞു നിർത്തി നമ്മുടെ പമ്പ് ഹൗസിൽ ആവശ്യമായ പമ്പ് ചെയ്യാൻ ആവശ്യമായ വെള്ളം കിട്ടത്തുള്ളൂ. അതിനാവശ്യമായിട്ടുള്ള പണം കൂടി കണ്ടെത്തി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ടാണ് ഏതാണ്ട് ഈ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി മാത്രം ഏതാണ്ട് 3 കോടിയിലധികം രൂപ ഈ ചടയമംഗലം പഞ്ചായത്തിൽ മാത്രം ഈ 4 വർഷത്തിനുള്ളിൽ ചെലവഴിച്ചിട്ടുണ്ട്. അല്ലാതുള്ള റോഡുമായി ബന്ധപ്പെട്ട വികസനം, നമ്മുടെ പോരേടം ക്ഷേത്രത്തിലെ കുളവുമായി ക്ഷേത്ര കുളത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോ തിരുവൈക്കോട് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് എന്നെ അവര് ഭാരവാഹികൾ വിളിച്ചു. അവിടുത്തെ റോഡും അതുപോലെ തന്നെ അവിടുത്തെ കുളവും നിർമ്മിക്കാൻ വേണ്ടി 70 ലക്ഷം രൂപയാണ് അവിടെ അതുമായി ബന്ധപ്പെട്ട് അനുവദിച്ചത്. ഇപ്പോ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരും പറഞ്ഞു നമ്മുടെ വഡ് സ്കൂളിനെ സംബന്ധിച്ച് ആ വഡ് സ്കൂളിന് 40 ലക്ഷം രൂപയാണ് നമ്മുടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ പഠിക്കാനുള്ള സ്കൂളിന് വേണ്ടി 40 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് അതിന്റെ ടെൻഡർ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സാമ്പത്തിക വർഷം തന്നെ നമുക്ക് ആ കെട്ടിടം നമുക്ക് സാധ്യമാക്കാൻ കഴിയുന്ന സാഹചര്യം നമുക്കുണ്ടാകും. അങ്ങനെ നിരവധിയായി ഇപ്പോൾ നമ്മുടെ റോഡുകളുടെ ഒന്നും ഞാൻ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പറയുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള നമ്മുടെ 6 മീറ്റർ വീതിയുള്ള പിന്നെ എല്ലാ റോഡുകളും അത് സഞ്ചാരയോഗ്യമാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഈ വികസന പ്രവർത്തനങ്ങളിൽ ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗം ആളുകളുടെയും, അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് നാടിന്റെ പൊതുവികസനത്തിന് വേണ്ടി നാട്ടിലെ സാധാരണ മനുഷ്യർക്ക്, പാവപ്പെട്ട മനുഷ്യർക്ക് അവർക്ക് അവരുടെ മുന്നോട്ട് പോകുന്നതിന് സാധ്യമാകുന്ന തരത്തിലുള്ള ഒരു ഗവൺമെന്റിന്റെ സൗകര്യം ഉണ്ടാക്കി ലഭിക്കുന്നതിന് ആവശ്യമായ ഒരു സഹകരണം, ഒരു കൂട്ടായ്മയാണ് കേരളത്തിൽ യഥാർത്ഥം ഇപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ചടയമംഗലത്ത് മാത്രമല്ല, കേരളത്തിലാകമാനം ഒരു കാരണവശാലും സാധ്യമല്ല എന്ന് കരുതിയിരുന്ന കേരള ഗവൺമെന്റ് 6000 കോടി രൂപ 8276 കോടി രൂപ മൊത്തം ചെലവഴിച്ചപ്പോൾ 9 വർഷക്കാലത്തിനുള്ളിൽ ചെലവഴിച്ചപ്പോൾ 6000 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി, വിഴിഞ്ഞം പോർട്ട്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പോർട്ട് സാധ്യമാകുന്ന തരത്തിൽ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കിയത്. നിങ്ങൾക്ക് ദൂരോട്ട് സഞ്ചരിക്കുന്ന ആളുകൾക്കറിയാം, പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള ദേശീയപാത പദ്ധതി ഒരു കാരണവശാലും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേശീയപാത അതോറിറ്റിക്ക് കേരള സംസ്ഥാനം ഒരു കാലത്ത് എഴുതിയതാണ് ദേശീയപാതയുടെ വികസനം വേണ്ട എന്ന്. പക്ഷെ 5000 കോടി രൂപ മുതൽ മുടക്കി, കേരളം മുതൽ മുടക്കിക്കൊണ്ടാണ് ഈ വസ്തു ഏറ്റെടുത്ത മുഴുവൻ ആളുകൾക്കും പണം കൊടുത്തുകൊണ്ട് ദേശീയപാതയുടെ വികസനം സാധ്യമാക്കുന്നത്. നമ്മുടെ ഈ കോളനി അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ആളുകളുടെ മഹാഭൂരിപക്ഷം കുട്ടികളും പഠിക്കുന്ന MG സ്കൂളുണ്ട്. കഴിഞ്ഞ ദിവസം ശ്രീമതി ജയ ചിഞ്ചുറാണി വന്ന് 1 കോടി രൂപയുടെ ഒരു കെട്ടിടമാണ് അവിടെ ഉദ്ഘാടനം ചെയ്തത്. അതിന് തൊട്ടു മുമ്പ് അവിടുത്തെ ഓഡിറ്റോറിയം ഏതാണ്ട് 85 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഓഡിറ്റോറിയം നിർമ്മിച്ചത്. അവിടെ ഇപ്പോ ഏത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെയും വെല്ലുന്ന തരത്തിൽ ഫിസിക്കൽ ഫിറ്റ്നസ് പാർക്ക്, കാര്യം നമ്മുടെ ജിമ്മിലൊന്നും പോകണ്ട, എല്ലാ തരത്തിലുമുള്ള ഉപകരണങ്ങൾ അവിടെ ഉണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ SPCയിലുള്ള കുട്ടികൾക്ക് അതിനുള്ള വാദ്യ ഉപകരണങ്ങൾ ഉൾപ്പെടെ പണ്ട് പൂയപ്പള്ളി സ്കൂളിൽ മാത്രമാണ് കൊല്ലം ജില്ലയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ചടയമംഗലം സ്കൂളിൽ അതിന്റെ ഡ്രമ്പും മറ്റു ഉപകരണങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മുടെ സ്കൂളുകളായാലും നമ്മുടെ മറ്റ് തരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളായാലും അടിസ്ഥാന സൗകര്യ വികസനമായാലും അതുപോലെ തന്നെ നമ്മുടെ കെട്ടിടങ്ങളായാലും, ഇപ്പൊ നാളെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, നാളെ നമ്മുടെ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി സഖാവ് KN ബാലഗോപാൽ വന്നുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ കെട്ടിട ഉദ്ഘാടനം, അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുകയാണ്. ഏതാണ്ട് 2 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് ഓഫീസ് നിർമ്മിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലായാലും നമ്മുടെ പ്രദേശങ്ങളിലായാലും നിരവധിയായ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം പിന്തുണയും നൽകുന്ന
നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ബഹുജനങ്ങളെയും, അമ്മമാരെയും, സഹോദരിമാരെയും, പ്രിയപ്പെട്ട സഹോദരന്മാരെയും, മാതാപിതാക്കളെയും എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഈ കുടിവെള്ള പദ്ധതി സാധ്യമാകുന്നതിന് വേണ്ടി പരിശ്രമിച്ച വാട്ടർ അതോറിറ്റിയുടെ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെയും, പ്രത്യേകിച്ച് ശ്രീ പ്രദീപും നന്ദും അടക്കമുള്ള ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ കോൺട്രാക്ടറായിട്ടുള്ള ശ്രീ രാമൻ നായർ അടക്കമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ വലിയപാറ ചെരുവ് കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഈ പദ്ധതി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനീയനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് എ രാജു അവർകളെ ക്ഷണിക്കുന്നു. ഈ പൊതുസമ്മേളനത്തിന്റെ ബഹുമാനിയായിട്ടുള്ള അധ്യക്ഷൻ, ബഹുമാനിയായിട്ടുള്ള ഉദ്ഘാടകൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, പൊതുജന ക്ഷേമ പ്രവർത്തനത്തിൽ ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ശുദ്ധമായ വായു, ഗതാഗത സംവിധാനങ്ങൾ, കുടിവെള്ളം, പാർപ്പിടം എന്നിവയെല്ലാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വലിയപാറ ചരിവ് പോലുള്ള ഈ പ്രദേശത്ത് പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഗതാഗത സംവിധാനങ്ങൾ ഒരുപാട് മെച്ചപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. വൈദ്യുതിയുടെ കാര്യത്തിലും ഒരു പരിധിവരെ നമുക്ക് പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ട്. അവശേഷിച്ചത് നമുക്ക് കിട്ടാക്കനിയായി മാറിയത് കുടിവെള്ളം മാത്രമാണ്. വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നമ്മൾ പരിശീലിച്ചെങ്കിലും അതിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പരസമാപ്തിയിലേക്ക് എത്തിച്ചേരുന്നതിന് നമുക്ക് സാധിക്കാതെ വരികയും, അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ജില്ലാ പഞ്ചായത്ത് ഈ വിഷയത്തെ കാണുകയും വളരെ ഒരു വാർഡിൽ വിജയിച്ച പദ്ധതി മറ്റൊരു വാർഡിലേക്ക് മാറ്റിയെടുത്തുകൊണ്ട്